നമസ്കാരം. പഴയതും ഉപയോഗശൂന്യവുമായ വാഹനങ്ങൾ വീട്ടിലുണ്ടോ? ഇവ ആക്രി വിലയ്ക്ക് വിറ്റഴിച്ചാലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ എടുത്ത ചാടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വാഹനങ്ങൾ പൊളിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ഇവ പാലിക്കാത്ത പക്ഷം വിറ്റ് കിട്ടിയ തുകയോ അതിനേക്കാൾ കൂടുതൽ പണമോ കയ്യിൽ നിന്നും നഷ്ടമായേക്കാം. നിബന്ധനകൾ പാലിക്കാതെ ആക്രിക്കടയിലേക്ക് വാഹനം വിൽക്കുന്നതിനെതിരെ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ MVD. അടുത്തിടെയായി നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം. വാഹനങ്ങൾ ആക്രിക്കാർക്കോ അല്ല എന്നുണ്ടെങ്കിൽ വാഹനം പൊളിച്ച് വിൽക്കുന്നവർക്കോ നൽകുന്നതിന് മുമ്പ് RC, RT ഓഫീസുകളിൽ സമർപ്പിച്ച് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. RT ഓഫീസിലെത്തി കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വാഹനം നൽകാവൂ എന്ന് MVD വ്യക്തമാക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ അടുത്തിടെ നടത്തിയ ഒരു ബൈക്ക് റേസിംഗിന് ഉപയോഗിച്ച വാഹനത്തിനും ഉടമയ്ക്കും വേണ്ടി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം നിയമലംഘനം പുറത്തുവന്നത്. കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായി തോന്നുമെങ്കിലും ഇത് വലിയ ഒരു വിഷയം തന്നെയാണ്. കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി കോളനിയിൽ നടത്തിയ പരിശോധനയിൽ നിലവിലെ വാഹനത്തിന്റെ ഉടമ ബൈക്ക് 2019 ആക്രിക്കാരന് വിറ്റു. എന്നാൽ ഇതിനുശേഷം RC കൈവശം സൂക്ഷിച്ചു. ഇതേ വാഹനത്തിന്റെ RC നമ്പർ ഉപയോഗിച്ച് അപ്പാച്ചെ ബൈക്ക് റേസിംഗ് നടത്തുന്നതായി രഹസ്യ വിവരവും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം പുറത്തറിഞ്ഞത്. നിലവിലെ RC ഓണർ RT ഓഫീസിലെത്തി ഈ രേഖ സമർപ്പിക്കാതെ വാഹനം പൊളിക്കാൻ വിട്ടുകൊടുക്കാത്തതിനാലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ വാഹനങ്ങൾ പൊളിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.